ഹലോ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഞങ്ങള് ലിവർപൂളിലേക്ക് വന്നിരിക്കുക. ലിവർപൂൾ സിറ്റി ലൈൻ സ്ട്രീറ്റ് സ്റ്റേഷനിലാണ് ഇപ്പോൾ. ട്രെയിനിന് ജസ്റ്റ് ഇറങ്ങി. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ഡിന്നറിന് വന്നിരിക്കുക. വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ ഒരു ഡിന്നറിനൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ കാരണം നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. പിന്നെ സിറ്റി ആയതുകൊണ്ടും നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് കാർ എടുത്തില്ല. ഇന്ന് നല്ല സുഖമായിട്ട് ട്രെയിൻ കയറിയാണ് വന്നത്. സോ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഗിഫ്റ്റ് ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ, അതായത് ഏട്ടൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ. പക്ഷെ സാധനം വന്നത് 15-നാണ്. ആ സാധനമാണ് ഈ സാധനം. എനിക്കൊരു മൈക്രോഫോണാണ് ഗിഫ്റ്റ് ചെയ്തത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇപ്പൊ വാലന്റൈൻസ് ഡേ ഒക്കെ എന്താ, നമുക്ക് ഈ പണ്ടൊക്കെ അല്ലേ നമ്മള് ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് മാത്രമാണ് നമ്മള് ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഇപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് നമ്മള് അങ്ങനെ ഒക്കേഷൻസിനൊന്നും വെയിറ്റ് ചെയ്യാറില്ല. പിന്നെ കൊടുത്ത് ഇപ്പൊ എന്താ കൊടുക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുക, അത് എപ്പോഴും ഉള്ളൊരു ടെൻഷനാണ്. അപ്പൊ എന്തായാലും ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല. അപ്പൊ എന്റെ ഗിഫ്റ്റാണിത്. ഇപ്പൊ മൈക്ക് ടെസ്റ്റിംഗ് കൂടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. ശബ്ദമൊക്കെ ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഉച്ച വരെ ആക്ച്വലി നല്ല വെതറായിരുന്നു അല്ലെ മാളു? മാളു കോളേജൊക്കെ പോയി വരുന്ന സമയത്ത് നല്ല സണ്ണി ആയിരുന്നു. 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴക്കാറും മഴയും പെയ്തിട്ടുണ്ട്. ഇവിടൊക്കെ റോട്ടിൽ വെള്ളം. പക്ഷെ ഈ ആഴ്ചത്തെ ഫോർകാസ്റ്റിൽ ഇന്ന് മാത്രമേ മഴ കാണിക്കുന്നുള്ളൂ, ബാക്കി ഫുള്ള് വീക്ക് സണ്ണിയാന്നാ കാണിക്കുന്നത്. എന്നാലും തണുവിന് കുറവൊന്നുമില്ല. ഏട്ടൻ മാപ്പിട്ട് കളിക്കുക. അയ്യോ, എനിക്ക് കൈ തണുക്കണു. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഒരു ഹോട്ടലിൽ വിളിച്ച് റിസർവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. 6:30 സമയം പറഞ്ഞിരുന്നത്. ഒരു 5-10 മിനിറ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമായിരിക്കും. ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് ഉണ്ട് നടക്കാൻ അല്ലേ. സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ്. ഞങ്ങൾ ആക്ച്വലി ഇവിടെ മുമ്പ് പോയിട്ടുണ്ട്. അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു ദിവസം ലഞ്ചിന് പോയിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നല്ല രസമായിരുന്നു. കുറേ ചാട്ട് ഐറ്റംസും അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ എന്താ പറയുക, അറിയാവുന്ന സ്ഥലത്തേക്ക് തന്നെ പോവാന്ന് വിചാരിച്ചിട്ട് അവിടെയാണ് റിസർവ് ചെയ്തത്. ഇന്ന് വീക്ക് ഡേ ആണ്, തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്നാലും എന്നാലും നമ്മൾ റിസർവ് ചെയ്തു. അതെ. മഴ പെയ്ത കാരണം നല്ല തണുവുണ്ട്. ഞാൻ കയ്യിൽ ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടു. ഇതാണ് ലിവർപൂൾ സിറ്റി സെന്റർ അല്ലേ. കുറെ ഷോപ്സും ഷോപ്പിങ്ങിനൊക്കെ വരണമെങ്കിൽ. അതെ. ഇപ്പൊ മഴയൊക്കെ പെയ്ത കാരണം ജോലി ഓഫീസൊക്കെ വിടുന്ന ഒരു സമയം ആയതുകൊണ്ടാന്ന് തോന്നുന്നു ആൾക്കാരൊന്നുമില്ല. തിരക്ക് കുറച്ച് കുറവാ. സ്കൈന്റെ കളറൊക്കെ നല്ല രസമുണ്ട്. ഇപ്പൊ സമയം 6:30 ആയിട്ടുള്ളൂ, പക്ഷെ ഇരുട്ടായി. ഈ സ്ട്രീറ്റ് നമ്മൾ ലാസ്റ്റ് ടൈം അമ്മേനെ കൊണ്ട് വന്ന സമയത്ത് താമസിച്ച സ്ട്രീറ്റാണ്. ഇവിടുന്ന് ഒരു റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാലായിരുന്നു നമ്മുടെ ഹോട്ടൽ. ഈ സ്ട്രീറ്റിലാണ് നമ്മൾ അന്ന് താമസിച്ച ഹോട്ടൽ. ഒരു 3 ദിവസമൊക്കെ താമസിച്ചു തോന്നുന്നു. നമ്മള് വീട് നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ ലിവർപൂള് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, അപ്പൊ താമസിച്ച സ്ഥലം. നമ്മൾ ഈ ഉള്ളിൽ നിന്ന് വരുന്ന സ്ട്രീറ്റ്സിന്റെ ചുറ്റും ശരിക്കും പബ്ബുകളാണ്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, വെൻസ്ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഈ ശാന്തത. ഇതെങ്ങാനും ഫ്രൈഡേ ഈവനിങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ പൂരത്തിന് ആൾക്കാരെ തട്ടി റോട്ടിൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയായേനെ. ഇപ്പൊ ഫുൾ ഇങ്ങനെ വിജനമാണ്. അതെ. ഇതാണ് നമ്മള് പോവാൻ പോണ റെസ്റ്റോറന്റ്, ഇന്ത്യൻ ടിഫിൻ റൂം.
നല്ല ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത് സ്റ്റാർട്ടേഴ്സ് വന്നു. ഇവിടെ ഓൾറെഡി സ്റ്റാർട്ടായി. സ്റ്റാർട്ടറിൽ പറഞ്ഞത് ഇത് ഒരു ചാട്ട് പ്ലാറ്റർ, എല്ലാ ടൈപ്സ് ഓഫ് ചാട്ടും ഉണ്ട്. സേവ്പൂരി ഉണ്ട്, ദഹിപൂരി ഉണ്ട്. ആളിതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇത് ഗോപി മഞ്ചൂരിയൻ, ഇത് വന്നിട്ട് ഒരു ഫിഷ് ഫ്രൈ. അപ്പം ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞ സ്റ്റാർട്ടറാണ് ഒരു ചില്ലി പനീറും പിന്നെ ചിക്കൻ ടിക്ക. പനീർ ആദ്യം വന്നതുകൊണ്ട് അത് പകുതി ഓൾറെഡി തീർന്നു. ഇതാണ് ഷാഹി ടുക്ഡ. ഫൈനലി ഞങ്ങൾ ഡെസേർട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ ഡിന്നറും കഴിഞ്ഞ് സ്റ്റാർട്ടറും കഴിച്ച് മെയിൻ കോഴ്സും കഴിച്ച് ഡെസേർട്ടും കഴിച്ച് വയറിങ്ങനെ പാക്കായിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഡിന്നർ മാളു? വാലന്റൈൻസ് ഡേ ഡിന്നർ ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആവാന്തേ അല്ലേ? ഇനിയിപ്പോ ശരിക്കും എത്ര മണിയായി? 9 മണി ആയിട്ടുള്ളൂ. ഇനിയിപ്പോ എന്താ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. പുറത്തുനിന്ന് ഫുഡ് കഴിച്ച കാരണം പാത്രം കഴുകേണ്ട ആവശ്യമില്ല. മെയിൻ പണി ലാഭം. പിന്നെ ഞങ്ങൾ പോയ റെസ്റ്റോറന്റ് നല്ല റെസ്റ്റോറന്റ് ആയിരുന്നു. ഞങ്ങൾ ആദ്യം പോയതാണെന്ന് പറഞ്ഞല്ലോ. ഫുഡൊക്കെ നല്ലതായിരുന്നു. പിന്നെ സ്റ്റാർട്ടേഴ്സ് വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റെക്കോർഡൊന്നും ചെയ്തില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരും ഭയങ്കര തഗ്ഗായിരുന്നു. എന്താ കഴിച്ചതിന്റെ എന്തെങ്കിലും ആണോ കുടിച്ചതിന്റെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. എന്താ പറയാ, തഗ്ഗടിച്ച് ഞങ്ങള് ചിരിച്ച് വയ്യാണ്ടായി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കുറെ നേരം കുറെ ചളിയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അപ്പോ അടിപൊളിയായിരുന്നു ഈവനിങ്. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? റെസ്റ്റോറന്റ് നല്ലതാണ്. എന്തായാലും നമുക്ക് റിവ്യൂസ് ഇടാം. പിന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ സർവീസും നല്ലതാണ്. കുഴപ്പമില്ല. അതെ, ഏട്ടനാണ് ഞങ്ങൾക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ലിവർപൂളിൽ വരുമ്പോ പോവാറുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ സ്നേഹം ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.